സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അലക്സ്, നാളെ ഇന്നത്തെ ഓറഞ്ച് റെഡാകുന്നു. വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ അതിതീവ്രമായ മഴയിലേക്ക് പോവുകയാണല്ലേ? ഗോകുല, തീർച്ചയായും കാലവർഷം സജീവമാകുന്നു. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത വേണം. വടക്കൻ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ അതിശക്തമായ മഴ, അതിതീവ്രമായ മഴ, അത് കഴിഞ്ഞതിന് ശേഷം, അത് നാളത്തേക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ വടക്കൻ കേരളത്തിൽ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിൽ ഇന്നും നാളെയും പ്രധാനമായി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ. നാളെ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. ഇന്ന് 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് ശക്തമായ മഴ മറ്റു ജില്ലകളിലടക്കം തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ബാക്കി 11 ജില്ലകളിലും ശക്തമായ മഴയ്ക്കുന്ന സാധ്യത പ്രവചിക്കുന്നുണ്ട്. യെല്ലോ അലർട്ട് ബാക്കി 11 ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. നാളെ 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ജില്ലകൾക്കാണ് നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രവചിക്കുന്നു. ആ 3 ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും ഒപ്പം വയനാട് ജില്ലയിലും നാളെ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ വടക്കൻ കേരളത്തിലെ തന്നെ കൂടുതൽ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കുന്നു. ശക്തമായ മഴ തുടരും വടക്കൻ കേരളത്തിലെന്ന പ്രവചനമാണ് വരുന്നത്. മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണം. വടക്കൻ കേരളത്തോടൊപ്പം തന്നെ മലയോര മേഖലയിലും, അതും മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ഒക്കെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിക്കുന്നത്. മറ്റൊരു തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. അത് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ മഴയുടെ ഒരു പ്രത്യേകതയുണ്ട് ഗൂഗിൾ, അതായത് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ പൊതുജനങ്ങൾ കർശനമായ ജാഗ്രത ഈ ദിവസങ്ങളിൽ തുടരണമെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. ശരി, വരും ദിവസങ്ങളിലും മഴ തുടരും. വടക്കൻ കേരളത്തിൽ മഴ അതിശക്തമായ നിലയിലേക്ക്, അതിതീവ്ര മഴയിലേക്ക് പോകുന്നു എന്നതാണ് അലക്സ് റാം നൽകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.